ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കിയിരിക്കുന്ന ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന പൊതുവ്യക്തി നിയമം ശ്രീ റോണി കെ ബേബി അതിൽ താങ്കൾ അപാകത എന്താണ് കാണുന്നത്? അത് വായിച്ചപ്പോൾ അതിന്റെ ഹൈലൈറ്റ്സ് വായിച്ചു നോക്കിയപ്പോൾ അതിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ രജിസ്ട്രേഷനെ കുറിച്ചാണ്. വിവാഹം രജിസ്റ്റർ ചെയ്യണം, അതുപോലെ തന്നെ ഈ ദത്തെടുക്കലിന്റെ കാര്യം പറഞ്ഞു. എല്ലാവർക്കും തുല്യ അവകാശം എന്ന രീതിയിലാണ് അവിടെ ഈ ദത്തെടുക്കലിന്റെ കാര്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഓരോ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടല്ലാതെ അതൊരു പൊതു നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നല്ല കാര്യമല്ലേ? ഈ ഉത്തരാഖണ്ഡിലെ പൊതു വ്യക്തി നിയമത്തിൽ എന്തെങ്കിലും അപാകത താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഇന്ന് പ്രാബല്യത്തിൽ വന്ന ഈ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ്, അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് കൃത്യമായി അത് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം തങ്ങൾ എന്തോ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം BJPയുടെ 3 പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നല്ലോ രാജ്യമെമ്പാടും ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരും എന്നുള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, 2ാം മോദി സർക്കാരിന്റെ കാലത്ത് വളരെ ശക്തമായ നീക്കമുണ്ടായി. പക്ഷേ BJP പ്രതീക്ഷിച്ചതിനേക്കാൾ അതിശക്തമായിട്ടുള്ള പ്രതിരോധം NDA സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നും, അതോടൊപ്പം തന്നെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ പ്രബലമായിട്ടുള്ള മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒറീസ, ആസാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് BJPക്കെതിരെ ഉണ്ടായി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ത്യ എമ്പാടും ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ കഴിയില്ല. പക്ഷേ തങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഞാൻ അതിന്റെ നിർദ്ദേശങ്ങളോട് പോയപ്പോൾ എനിക്ക് മനസ്സിലായത് അത് യൂണിഫോം സിവിൽ കോഡ് അല്ല, 1957-58 കാലഘട്ടത്തിൽ പാർലമെന്റ് പാസാക്കിയ ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ വലിയ താല്പര്യത്തിൽ പാസാക്കിയ ഹിന്ദു കോഡ് ബില്ലിന്റെ മറ്റൊരു പതിപ്പ്. ആ ഹിന്ദു കോഡ് ബില്ല് തന്നെ വീണ്ടും കൊണ്ടിരിക്കുക. ഇപ്പോൾ BJP ഇതിന്റെ അകത്ത് തീർച്ചയായിട്ടും നന്ദി പറയേണ്ടത് ജവഹർലാൽ നെഹ്റുവിനോടാണ്. ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാം എന്തുകൊണ്ടാണ് അവർ ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുത്തത്. ഇത്തരത്തിൽ കൃത്യമായ കാരണമുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണ ഭൂമിയായ 3-2 ഭൂരിപക്ഷവും 4-3 ഭൂരിപക്ഷവുമുള്ള ഗുജറാത്തോ മറ്റു പ്രദേശങ്ങളോ ഒന്നും അല്ല ഇവർ തെരഞ്ഞെടുത്തത്. കാരണം ഇന്ത്യയിൽ ഒരു മോണോലിത്തിക് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് ഉത്തരാഖണ്ഡാണ്. കാരണം അവിടുത്തെ ജനസംഖ്യയുടെ 90% വരുന്ന ഹിന്ദു പോപ്പുലേഷൻ, അതിന്റെ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് 2-3 ജാതികളാണ്. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇങ്ങനെ കാണാൻ സാധിക്കില്ല. അവിടുത്തെ ജനസംഖ്യയുടെ ഞാൻ പറയുന്നത് അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷനാണ്, നോട്ട് ഹിന്ദു പോപ്പുലേഷൻ. ഠാക്കൂർമാർ എന്ന് പറയുന്നത് 35%, ബ്രാഹ്മൺസ് എന്ന് പറയുന്നത് 25%, SC പിന്നെ ഈ ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗം എന്ന് പറയുന്നത് 19%. അവർ തന്നെ ഓൾറെഡി വല്ലാണ്ട് റിഫോംഡ് ആണ്. കാരണം ആര്യ സമാജിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രവർത്തനം നടന്നൊരു മേഖലയാണ് ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ST പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 4% താഴെയുള്ളൂ. അവരെ ഇതിനകത്ത് ഒഴിവാക്കിയിരിക്കുന്നു. അവിടുത്തെ 13 ജില്ലകളിൽ, ഉത്തരാഖണ്ഡിലെ 13 ജില്ലകളിലും അവിടെ ഹിന്ദു പോപ്പുലേഷനാണ് കൂടുതലായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ല ഇത് നടപ്പാക്കാനായിട്ട്. കാരണം നമ്മളെന്താണ് യൂണിഫോം സിവിൽ കോഡിന്റെ ഉദ്ദേശ ലക്ഷ്യം? നിരവധി വൈവിധ്യങ്ങളുടെ മുകളിൽ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടിരിക്കുക, ഒരു യൂണിഫോമിറ്റി കൊണ്ടിരിക്കുക. അവിടെ ഓൾറെഡി തന്നെ യൂണിഫോമിറ്റി ഇംപ്ലിമെന്റഡ് ആണ്. ആരുടെ ഭാഗത്തും ഒരു എതിർപ്പുണ്ടാകാൻ പോകുന്നില്ല. എന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾ 4% ഉള്ള ട്രൈബൽ വിഭാഗങ്ങൾ ഇതിനകത്ത് ഒഴിവാക്കി. ഇവിടെ BJP നേരിടുന്ന ഏറ്റവും പ്രശ്നം എന്താണെന്നറിയോ? ഈ ഉത്തരാഖണ്ഡ് കൊണ്ട് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു കോഡ് ബിൽ ഓൾറെഡി തന്നെ നടപ്പാക്കിയാണ്. ഇവിടെ എന്നോട് മഞ്ജുഷ ചോദിച്ച ചോദ്യം, കാരണം ഇതിനകത്ത് പുതിയതായിട്ടൊന്നുമില്ല, എന്താ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഓൾറെഡി തന്നെ നിലനിൽക്കുന്നത് തന്നെ. വിവാഹ പ്രായം 21-18, പുരുഷന്മാർക്ക് 21-18. അതിനകത്ത് എന്താ പുതുമയുള്ളത്? ബഹുഭാര്യത്വം നിരോധിക്കണം. ഇതെല്ലാം ഈ പറയുന്ന ഹിന്ദു കോഡ് ബില്ലിലുണ്ട്. ശൈശവ വിവാഹം നിരോധിക്കണം. അല്ല, ഇതിനകത്ത് എന്താണ് ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ എതിർക്കുകയാണല്ലോ. ഉത്തരാഖണ്ഡിൽ ഇങ്ങനെ പൊതു വ്യക്തി നിയമം നിലവിൽ വന്നതിനെ ഈ ബഹുഭാര്യത്വത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അതിൽ എന്തിനാണ് അതിനൊരു എതിർപ്പ് പറയുന്നത്? നിലവിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ എതിർക്കുന്ന ഏത് ഘടകമാണുള്ളത്? രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നു, ബഹുഭാര്യത്വം ഒഴിവാക്കണം എന്നുള്ള കാര്യം പറയുന്നു, അതുപോലെ ഈ ദത്തെടുക്കലിന്റെ കാര്യത്തിൽ നിലവിലുള്ള നിയമത്തിന്റെ കാര്യത്തിലേക്ക് തന്നെ അതിലൂന്നിയുള്ള പൊതു വ്യക്തി നിയമം വരുന്നു. ഇതിലെവിടെയാണ് എതിർക്കപ്പെടേണ്ട കാര്യങ്ങളുള്ളത്? ഇപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലെ വിഷയത്തിൽ നിന്ന് മാറി നിന്ന് ഈ യൂണിഫോം സിവിൽ കോഡിനെ ഒരു ദേശീയ തലത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം തൊട്ട് തന്നെ പരിശോധിച്ചാൽ ഇത് വളരെ കൃത്യമായി തന്നെ ഒരു BJPയുടെ രാഷ്ട്രീയം, BJP രാഷ്ട്രീയത്തിനപ്പുറം ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു RSS രാഷ്ട്രീയം. കാരണം എന്താ? ഏകശിലാത്മകമായിട്ടുള്ള, ഇവിടെ ബഹുമാനപ്പെട്ട സൗപ്രസാദ് പറഞ്ഞു ഇവിടെ GST നടപ്പാക്കി. അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു മതം, ഒരു രാജ്യം ഒരു ഭാഷ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഇതാണ് ഇവരുടെ അജണ്ട എന്ന് പറയുന്നത്. ഇന്ത്യ മുഴുവൻ ഒരു ഏകശിലാത്മകമായി. അവിടെയാണ് RSS എന്ന പ്രത്യയശാസ്ത്രത്തോടെ ഞങ്ങൾ എതിർക്കുന്നത്. RSS ഇന്ത്യ മുഴുവൻ ഏകശിലാത്മകമായി കാണുമ്പോൾ ഞങ്ങൾ പറയുന്നത്, കോൺഗ്രസ് വിശ്വസിക്കുന്നത് ഈ രാജ്യം എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ ഒരു ഭൂമികയാണ്.
ഈ രാജ്യത്തിന് വ്യത്യസ്തതകൾ ഞാൻ ഇവിടെ കൃത്യമായി ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അമിത്ഷാ തന്നെ അവിടുന്ന് പുറകോട്ട് പോയത്? കാരണം ഈ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കാൻ പോയാൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ പോലും നടപ്പാക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഇന്ത്യയുടെ 10-ൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ അവിടെ ട്രൈബൽ പോപ്പുലേഷൻ ആണ് മജോറിറ്റി എന്ന് പറയുന്നത്. ഇവിടെ മിസോറാം 95% പോപ്പുലേഷൻ ട്രൈബ്സ് ആണ്. നാഗാലാൻഡ് 87%, മേഘാലയ 87%, അരുണാചൽ 69%, മണിപ്പൂർ 41%. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എതിർത്തിട്ടുമുണ്ട് ഇക്കാര്യത്തിൽ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ എതിർപ്പിനെ മറികടക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് തോന്നുന്നില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ